എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കാന്ന് വെച്ചാൽ അത് എത്ര വർഷത്തെ ഡിഫറൻസ് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നുള്ള ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2023 ജൂൺ ഡിസംബർ ഒക്കെ ടൈമിൽ ചോദിച്ചിട്ടുള്ള മാത്സിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏജസ് ഓഫ് ടു സിസ്റ്റേഴ്സ് A and B are in the ratio 7:6. After 12 years, the ratio of their ages will be 9:8. Find the difference between their ages. എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ 7:6 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ ഏജ് 7x, ബിയുടെ ഏജ് 6x അല്ലെ. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് എഴുതാം. അതായത് ഇനി ഇത് നമ്മുടെ നമ്പേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇയാളുടെ എയുടെയും ബിയുടെയും ഏജ് ആണ് 7x ഉം 6x ഉം. ആഫ്റ്റർ 12 years, the ratio of their ages will be 9:8. അപ്പം എയുടെ ഏജ് 7x, ആഫ്റ്റർ 12 year എന്ന് പറയുമ്പോൾ എത്ര ആവും ഏജ്? 7x plus 12. ബിയുടെ ഏജ് എന്താവും? 6x plus 12. ഈ രണ്ട് ഏജിന്റെയും റേഷ്യോ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? 9:8 ആണ് അല്ലെ. 9/8. ക്ലിയർ ആണോ? ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ, നമുക്ക് എക്സ് കിട്ടത്തില്ലേ? എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ രണ്ടുപേരുടെ ഏജ് കിട്ടത്തില്ലേ? പിന്നെ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് ആൻസർ പറയാം. ക്ലിയർ ആണോ? അപ്പൊ ഇത് സോൾവ് ചെയ്തേ. 8 into 7x plus 12 equal to 9 into 6x plus 12. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 8 into 7 56x plus 16 96 equal to 54x plus 108. Okay, then x എല്ലാം ഒരുമിച്ച് എഴുതാൽ 56x minus 54x will be equal to 108 minus 96. So 2x will be equal to 12. So x will be equal to 6. Clear ആണോ? ഓക്കെ, അങ്ങനെ എക്സിന്റെ വാല്യൂ 6 കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ്. ഇവരുടെ രണ്ടുപേരുടെ ഏജസിന്റെ ഡിഫറൻസ് ആണ്. അതായത് 7x ഉം ആണ് എയുടെ ഏജ്, ബിയുടെ ഏജ് 6x ആണ്. 7x minus 6x അല്ലെ, എക്സ് ദാറ്റ് ഈസ് 6 തന്നെ കിട്ടും. ഇനി അല്ല നമുക്ക് വേണമെങ്കിൽ ഏജ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ 7 into 6 42, 6 into 6 36. ഡിഫറൻസ് എടുക്കുക 6 years അല്ലെ. ഓപ്ഷൻ സി 6 years ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a sum of money deposited in a bank at simple interest per annum become rupees 5,200 in 5 years and rupees 5,680 in 7 years. Find the rate of interest per annum. Simple interest ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 5 വർഷം കൊണ്ട് 5 years കൊണ്ട് എത്ര രൂപയായി? 5,200 rupees ആയി അല്ലെ. ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഇട്ടു, 5 വർഷം കൊണ്ട് 5,200 ആയി. ആൻഡ് 7 years കൊണ്ട് എത്ര ആയി? rupees 5,680. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി നോക്കിയേ, 5 വർഷം കൊണ്ട് 5,200 ആയി, 7 വർഷം കൊണ്ട് 5,680 ആയി അല്ലെ. എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുന്നെന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കാന്ന് വെച്ചാൽ അത് എത്ര വർഷത്തെ ഡിഫറൻസ് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. ഇവിടെ നമ്മളിപ്പോ ഡിഫറൻസ് എടുക്കുവാണ്. 5680 മൈനസ് 5,200 എന്ത് വരും? 480 അല്ലെ. ആ 480 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർഷത്തെ? ഇവിടെ 5ഉം 7ഉം ആ വർഷങ്ങളുടെ ഗ്യാപ്പ് എത്രയാണ്? 2 അല്ലെ. സോ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ 480 എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ നേരത്തെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് എന്താണ്? നമ്മുടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ഡിഫറൻസ് ആണോ വരുന്നത് അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ പറയുന്ന എമൗണ്ടിന്റെ ഡിഫറൻസ്. ഇവിടുത്തെ എമൗണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് 480 കിട്ടി. സോ 2 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 480. 2 വർഷത്തെ ഇൻട്രസ്റ്റ് 480 ആണെങ്കിൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് അതിന്റെ ഹാഫ് അല്ലേ, നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? ഇൻട്രസ്റ്റ് ഫോർ 1 year എന്ന് പറയുന്നത് എന്ത് വരും? 480/2 240. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് റേറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ എമൗണ്ട്? 5 വർഷത്തെ എമൗണ്ട് ഉണ്ട്. 5 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 5 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അല്ല, ഇനി 7 വർഷത്തെ നമ്മൾ എടുക്കുന്നതെങ്കിൽ 7 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 7 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ക്ലിയർ ആണോ? 5200 മൈനസ് 1 വർഷത്തെ ഇൻട്രസ്റ്റ് 240. അപ്പൊ 5 വർഷത്തെ ഇൻട്രസ്റ്റ് 240 ഇൻറ്റു 5. ക്ലിയർ ആണോ? സോ 5200 മൈനസ് 1200. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് വരും? 4000 എന്ന് കിട്ടും നമ്മുടെ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. നമ്മുടെ I is equal to PNR/100 എന്നുള്ള ഇക്വേഷൻ ഇട്ടാൽ പോരായോ? I എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളിപ്പം 1 വർഷത്തെ നമുക്കറിയാം. സോ 1 വർഷത്തെ ഇൻട്രസ്റ്റ് 240. അതുകൊണ്ട് അതിടാം. 240 ഈക്വൽ ടു പ്രിൻസിപ്പിൾ എത്ര കിട്ടി? നമുക്ക് 4000 എന്ന് കിട്ടി. സോ 4000 ഇൻറ്റു 1 വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലേ എഴുതിക്കുന്നത്. അതുകൊണ്ട് N1 ഇൻറ്റു R/100. സോൾവ് ചെയ്യാമല്ലോ. കട്ട് ചെയ്യാം. സോ R ഈക്വൽ ടു 240/40 കട്ട് ചെയ്യാം 6%. ക്ലിയർ ആണോ? റേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി 6% കിട്ടും. ക്ലിയർ ആണോ? അപ്പം എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുന്നത് എത്ര വർഷത്തെ ഡിഫറൻസ് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് 480 കിട്ടി. അപ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് അതിന്റെ പകുതിയായ 240 ആണ്. ദെൻ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക അല്ലെ. അതായത് 5 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 5 വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും. സോ 5200 നിന്ന് 1 വർഷത്തെ ഇൻട്രസ്റ്റ് 240, 5 വർഷത്തത് 1200. അത് കുറച്ച് നമുക്ക് 4000 എന്ന പ്രിൻസിപ്പിൾ കിട്ടി. ദെൻ ആ പ്രിൻസിപ്പിളും നമ്മൾ എന്താണ് ഇൻട്രസ്റ്റിന്റെ ഈ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അത് വിട്ട് I is equal to PNR/100 നിന്ന് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio between sale price and cost price of an article is 5:3. Find the ratio between profit and cost price of that article. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈസ്റ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് റേഷ്യോ അല്ലേ, നമുക്ക് 5x എന്നുള്ള രീതിയിൽ എടുക്കാം. സെല്ലിംഗ് പ്രൈസ് 5x, കോസ്റ്റ് പ്രൈസ് 3x. ക്ലിയർ ആണോ? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എന്താ? പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത് അല്ലേ. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. സോ നമുക്ക് ഇവിടെ എഴുതിക്കൂടായോ 5x മൈനസ് 3x എന്ന്. 5x മൈനസ് 3x 2x. ഓക്കെ. ദെൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുന്നത് എന്താ? പ്രോഫിറ്റിന്റെയും കോസ്റ്റ് പ്രൈസിന്റെയും റേഷ്യോ. പ്രോഫിറ്റ് എത്രയാണ്? 2x. 2x is to കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 3x. That is 2:3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man invested 1/3 of his retirement gratuity at 6% simple interest, 1/4 of his gratuity at 7%, and the rest at 8% simple interest. If his annual return on this investment is 7,012.5, 7012.5, then find the total amount of gratuity invested by the man. അതായത് എത്ര ഒരു ടോട്ടൽ എമൗണ്ട് ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടി, അതിന്റെ 1/3 6% ഇൻട്രസ്റ്റിലിട്ടു, 1/4 7%ഇട്ടു, ദെൻ അതിന്റെ റിമൈനിങ് ആയിട്ടുള്ളത് 8% ഇട്ടു. അങ്ങനെ ആനുവൽ റിട്ടേൺ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻട്രസ്റ്റ്, ഒരു വർഷത്തേക്കുള്ള ആനുവൽ ഇൻട്രസ്റ്റ് ഇത്രയും റുപ്പീസ് ആണ് അയാൾക്ക് കിട്ടിയതെങ്കിൽ എന്താണ് അയാൾ ഇട്ടതെന്ന്. എങ്ങനെ നമുക്ക് ചെയ്യാം ഇത്? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എന്നുള്ള രീതിയിൽ എടുത്ത് ചെയ്യാം. അതായത് ടോട്ടൽ എമൗണ്ട് എക്സ് ആണെന്ന് അസ്യൂം ചെയ്താൽ 1/3 എക്സ് ഇത്രയും ഇട്ടു, അടുത്ത 1/4, പിന്നെന്താ അതിന്റെ ബാക്കി അത് സജ്ജമാണ് 1/3 എക്സ് പ്ലസ് 1/4 എക്സിന്റെ റിമൈനിങ് 1 മൈനസ്. അപ്പൊ അത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും, കുറെ എക്സുകളും ഫ്രാക്ഷനും ഒക്കെ വരും. അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത് ആ ടോട്ടൽ ഗ്രാറ്റുവിറ്റി ഒരു വാല്യൂഡ് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. അതെങ്ങനെ അസ്യൂം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ റേഷ്യോ ഈ ഒരു പാർട്ടായിട്ട് തരുന്ന ക്വസ്റ്റ്യനുകളാണെങ്കിൽ, ഇവിടെ നിന്നല്ല ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പൊ 1/3 എടുക്കുക, 1/4 എടുക്കുക, അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യനുകളിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്ററുകൾ ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിന്റെ
LCM എടുക്കാം, 12 എന്ന് വരും അല്ലെ. അപ്പൊ ആ നമ്പറോട് റിലേറ്റ് ചെയ്തതായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 12 എന്നെടുത്ത് നമുക്ക് ഇപ്പൊ ചെയ്യുമ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് കാണാൻ പോവല്ലേ, അതിന്റെ താഴെ ഒരു 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ വീണ്ടും ഫ്രാക്ഷൻ ആവാതിരിക്കാൻ 2 സീറോയും കൂടെ അസ്യൂം ചെയ്യുന്നു. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്ന വാല്യൂ. ക്ലിയർ ആണോ? ഇത് എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഈ ഒരു പാർട്ടുകൾ ചോദിച്ചാൽ അതിന്റെ ഡിനോമിനേറ്ററുകളുടെ LCM എടുക്കുക. LCM എടുക്കുന്ന ആ വാല്യൂ 12. ദെൻ ഇവിടെ ആ 2 സീറോയും കൂടി ഇട്ടതിന്റെ കാര്യം നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെ. ഇത്ര ഇൻട്രസ്റ്റിൽ ഇട്ടെന്നല്ലേ പറഞ്ഞത്, I is equal to PNR/100. ഇതിലെ ഈ 100ഉം കൂടെ വരുമ്പം വീണ്ടും അത് ഫ്രാക്ഷൻ ആവാതിരിക്കാൻ അത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് 2 സീറോയും കൂടി ഇട്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി 1200 ആണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം 1/3 അല്ലെ, 1200 ആണ് നമ്മുടെ ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. 1/3 ഓഫ് 1200 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 റുപ്പീസ് അയാളെ 6% സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും? 400 into 6 into 1/100 അല്ലെ. കട്ട് ചെയ്താൽ നമുക്ക് 24. അതിങ്ങനെയുള്ള കാൽക്കുലേഷൻ എളുപ്പമാക്കാനാണ് നമ്മൾ ഈ സീറോ ഒക്കെ ഇട്ടത്. ക്ലിയർ ആണോ? 400 into 1 into 6/100. ക്ലിയർ ആണോ? 6 into 4 24. ഇനി അടുത്തതോ 1/4. 1/4 എന്ന് പറഞ്ഞാൽ 300 at എത്ര വന്നു? 7%. അപ്പൊ 300 into 7 into 1/100 ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്ത എന്താ? റെസ്റ്റ്. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? ഇപ്പൊ എത്ര എടുത്തു? 400ഉം 300ഉം 700 എടുത്തു. ബാക്കി എത്ര ഉണ്ട്? 1200 ന് 700 കുറച്ചാല് 500. 500 at 8%. അപ്പൊ ഇൻട്രസ്റ്റ് എന്ത് കിട്ടും? 5 into 8 40. അപ്പൊ ഇതാണ് മൊത്തത്തിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിത് കൂട്ടാം. 585. 1200 റുപ്പീസ് ആണ് നമ്മുടെ ഗ്രാറ്റുവിറ്റി എങ്കിൽ അയാൾക്ക് 85 റുപ്പീസ് ആണ് ആനുവൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ആനുവൽ ഇൻ റിട്ടേൺ എന്ന് പറയുന്നത് 7012.5 ആണ്. അപ്പൊ ഈ 85 7012.5 ആകുവാണെങ്കിൽ ഈ 1200 എങ്ങനെ മാറും എന്ന് കണ്ടുപിടിച്ചാൽ പോരായോ? സിമ്പിൾ അല്ലേ? മനസ്സിലായോ? നമ്മൾ അസ്യൂം ചെയ്താണ് 1200. 1200 എടുക്കുമ്പം അവർ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ നമുക്ക് 85 റുപ്പീസ് ആണ് ആനുവൽ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതായത് 1/3 6% ഇട്ടു, 1/4 7% ഇട്ടു, ആൻഡ് റിമൈനിങ് ആയിട്ടുള്ളത് 8% വിട്ടു, 85 കിട്ടി. ആ 85ന്റെ സ്ഥാനത്ത് ശരിക്കും കിട്ടുന്ന എത്രയാണ്? 7012.5. അപ്പൊ 1200 എങ്ങനെയാവും? നമ്മൾ പറയത്തില്ല ഇപ്പൊ 85 പെൻസിന് ഇത്ര രൂപയാണെങ്കിൽ 1200 പെൻസിന് എത്ര രൂപ എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യാം? സോൾവ് ചെയ്താൽ മതി. 7012.5 into 1200 by 85. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. കാൽക്കുലേഷൻ ചെയ്താൽ മതി. ആൻസർ എന്ത് വരും? ₹99,000. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾ എക്സിൽ ഒന്ന് ചെയ്തോണ്ട്. എക്സിൽ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ഫ്രാക്ഷൻ ആയിട്ട് വരും. സോൾവ് ചെയ്യാം, അതേപോലെ തന്നെ ഉള്ളൂ. നമ്മൾ അവിടുന്ന് അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ LCM ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ LCM ഒക്കെ എടുത്ത് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A girl starts from a point P and walks 10 meters in the northwest direction and reaches the point Q. She then turns to her left and walks 10 meters to a point R, which is directly westward to the point P. She again moves towards southeast direction and goes 10 meters and reaches a point S, which is directly southward to the point Q. From the point S, she turns towards the point P and walks 10 meters. What is the shape of the geometrical figure PQRS? ഇത് ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണെന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. NESW, ഇത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് അല്ലെ. നമുക്ക് തുടങ്ങാം. എ ഗേൾ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് P ആൻഡ് വാക്സ് 10 meters ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എ ഗേൾ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് P, 10 meters നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയി and reaches the point Q. അപ്പൊ ഇത് Q എത്തി.
ഷീ ദെൻ ടേൺസ് ഹെർ ലെഫ്റ്റ് അല്ലെ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ലെഫ്റ്റിലോട്ട് എന്തായിരിക്കും, താഴോട്ടായിരിക്കും അല്ലെ, ലെഫ്റ്റിലേക്ക് പോയി ആൻഡ് വാക്സ് 10 meter ടു എ പോയിന്റ് ആർ വിച്ച് ഈസ് ഡയറക്ട്ലി വെസ്റ്റ്വേർഡ് ടുവേർഡ്സ് പോയിന്റ് പി. ഈ പിയുടെ വെസ്റ്റിലായിട്ട്, കറക്റ്റ് വെസ്റ്റിലായിട്ട്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ, വെസ്റ്റിലായിട്ട് വരും. നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റിൽ. ഓക്കെ, ദറ്റ് ഈസ് പോയിന്റ് ആർ. 10 meter പോയി. ഷീ അഗെയിൻ മൂവ് ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നിൽക്കുവാണ്, ഇവിടെ നിന്ന് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, എങ്ങനെ ഇങ്ങനെ അല്ലെ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയി ആൻഡ് ഗോസ് 10 meter തന്നെ ആൻഡ് റീച്ചസ് എ പോയിന്റ് എസ് വിച്ച് ഈസ് ഡയറക്ട്ലി സൗത്ത്വേർഡ് ടു പോയിന്റ് ക്യൂ. ക്യൂവിന് സൗത്ത്വേർഡ് ആയിട്ട് ഉള്ള പോയിന്റ്. ഓക്കെ, ക്യൂവിന് സൗത്ത്വേർഡ് ആയിട്ടുള്ള പോയിന്റ് എസ്സിൽ പോയി, അതും 10 meter തന്നെ. ഫ്രം ദ പോയിന്റ് എസ് ഷീ ടേൺസ് ടു എ പോയിന്റ് പി ആൻഡ് വാക്സ് 10 meter. എന്താ ഇത് ഷേപ്പ് കണ്ടേ, ഇത് ഈ പോയിന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പോയിന്റ്, ഈ പോയിന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പോയിന്റ്. എല്ലാ ഡയമെൻഷൻസും ഈക്വൽ ആണ്. ഇതെന്താണ്, ഒരു സ്ക്വയർ ആണ് അല്ലെ. ഈ ഷേപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആണ്. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ വായിച്ചൊന്ന് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ UGC നെറ്റിന്റെ എക്സാം നമ്മൾ ജൂണിലേക്കാണല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കർ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് 60 day ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജൂൺ എക്സാമിലേക്ക് കാര്യമായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒട്ടും താമസിക്കരുത്, ഈ ബാച്ചിലേക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ജനറൽ പേപ്പറിന്റെ എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കോഴ്സാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ മാത്സ് ഒക്കെ നിങ്ങൾക്ക് പാടുള്ളവരാണെങ്കിൽ അതിന്റെ എല്ലാ ബേസിക്സും പഠിപ്പിക്കുന്ന എല്ലാ ബേസിക്സും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. വീഡിയോ ക്ലാസ്സുകൾ കൂടാതെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടും PDF നോട്ട്സും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും എല്ലാം ഈ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒട്ടും താമസിക്കാതെ ഉടനെ തന്നെ നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. In a certain code language, it is dark outside is coded as LASAKATU. അതായത് ഈ ഓരോ സെന്റൻസ് തന്നിരിക്കുന്നത് ഓരോരോ കോഡുകളായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുവാണ് ഹൗ ഡാർക്ക് ആൻഡ് ഹെവൻലി എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജിൽ കോഡ് ചെയ്യുന്നതെന്ന്. വളരെ സിമ്പിൾ ആണിത്. നോക്കിയേ, ഈ എയും ആദ്യം രണ്ടെണ്ണം എടുത്തു നോക്കുക. കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ അതിനകത്ത്. ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്, അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, അതിനകത്ത് ഇറ്റ് ഈസ് എന്നുള്ളത് ഇതിലുമുണ്ട് ഇതിലുമുണ്ട്. അപ്പൊ ഈ കോഡിങ്ങിൽ കോമൺ ആയിട്ട് വന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഇതാണ്ട് LAയും SA LA രണ്ടിലും ഉണ്ട് അല്ലെ. അപ്പം നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് എന്നുള്ളത് ഒന്നി LA അല്ലെങ്കിൽ SA, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കാം. കണ്ടേ, ബിയും സിയും കൂടെ നോക്കിയേ, എന്തുണ്ട് കോമൺ? റെയിനിങ് അല്ലെ. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ് ഹെവിലി, ഈ റെയിനിങ് കോമൺ ആണ്. അപ്പൊ നോക്കിയേ, ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാ കോമൺ ആയിട്ടുള്ളത്? RA വരുന്നുണ്ട് അല്ലെ. RA കോമൺ ആണ്. അപ്പൊ ഏത് വരും? റെയിനിങ് നമുക്ക് ഉറപ്പിക്കാം RA ആണെന്ന് ഉറപ്പിക്കാം. ക്ലിയർ ആണോ? പിന്നെ ഇനി ഏതാ? കണ്ടേ, ഈ എയും സിയും കൂടെ ഒന്ന് നോക്കിയേ. എയും സിയും നോക്കിയാല് ഔട്ട്സൈഡ് കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലേ. ഇതാണ്ട് ഔട്ട്സൈഡ്. അപ്പൊ ഇതിൽ ഏതുണ്ട് കോമൺ? TU കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഔട്ട്സൈഡ് TU ആണെന്ന് ഉറപ്പിക്കാം. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്, അതിനകത്ത് റെയിനിങ് RA, ഔട്ട്സൈഡ് TU. അങ്ങനെയാണെങ്കിൽ ഹെവിലി ഏതാ? HA ആയിരിക്കും. ക്ലിയർ അല്ലേ? ഹെവിലി HA. പിന്നെ ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡിനകത്ത് നോക്കിയേ, നമുക്ക് വേണ്ടത് ഡാർക്കും ഹെവിലിയുമാണ് നമുക്ക് വേണ്ടത്. ഹെവിലി കിട്ടി. ഡാർക്ക് നോക്കിയേ,
ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്. അതിനകത്ത് ഇറ്റ് ഈസ് എന്ന് പറയുന്നത് LAയും SA ആണ്. അതേപോലെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് TU ആണ്. അതുകൊണ്ട് ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? KA ആയിരിക്കും അല്ലെ? അപ്പൊ ഡാർക്ക് KA. അപ്പൊ ഏതാ ഓപ്ഷൻ? KAയും HAയും. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വെച്ച് നോക്കി അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് മാറ്റി മാറ്റി എടുക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum and difference of two numbers are 19 and 7 respectively. What is the sum of their squares? അതായത് ടു നമ്പേഴ്സ് നമുക്ക് x എന്നും y എന്നും എടുക്കാം. x plus y equal to 19ഉം x minus y equal to 7ഉം ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതാ നമുക്ക് കിട്ടും അല്ലെ? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് നമ്പേഴ്സ് ഏതാന്ന് കിട്ടും. സോൾവ് ചെയ്യാം. 2x equal to 26. So x will be equal to 26/2, 13. x 13 കിട്ടിയാൽ y എന്ന് പറഞ്ഞാൽ എന്താ? y is equal to 19 minus x. 19 minus 13, 6. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് what is the sum of their squares? x 13ഉം കിട്ടി, y 6ഉം കിട്ടി, x square plus y square. 13 square 169 plus 6 square 36. 15 205 അല്ലെ? ഓപ്ഷൻ സി വരും. 205. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a certain code language, trouble is coded as ETLRBOU. Then problem will be written in that language. നോക്കിയേ, ലെറ്റേഴ്സ് നമുക്ക് ഈ കോഡിങ് ഡിക്കോഡിങ്ങിൽ നമ്മൾ A തൊട്ട് Z വരെ എഴുതിയിടുക, അതേപോലെ അതിന്റെ നമ്പേഴ്സും എഴുതിയിടുക, എന്നിട്ട് നമ്മൾ നോക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്തെ ലെറ്റേഴ്സ് തന്നെ ഈ താഴെയുണ്ട് അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കുക. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. TROU അതെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. നോക്കിയേ, ഏതാണ്ട് ഈ ലാസ്റ്റ് ലെറ്റർ ഈ എഴുതിയേക്കുന്നത്, പിന്നെ ഫസ്റ്റ് ലെറ്റർ അല്ലെ, പിന്നെ അടുത്ത അവിടുന്ന് സെക്കൻഡ് ലാസ്റ്റ് എന്ന് എഴുതി, പിന്നിത് അങ്ങനെ എഴുതിയേക്കുന്നത്. ജസ്റ്റ് അത് ഇച്ചിരി കൊണ്ട് എളുപ്പമായിട്ട് നോക്കാം. നമുക്ക് ഇങ്ങനെ നമ്പർ ഇടാം. 1 2 3 4 5 6 7 അല്ലെ? ഇനി ഈ എഴുതിയേക്കുന്നത് ആ ഓർഡർ ഒന്ന് നോക്കി, അതിനകത്തെ നമ്പർ വെച്ച് നമുക്കൊന്ന് എഴുതാം. അതായത് 7th നമ്പർ ആദ്യം എഴുതി, പിന്നെ ഫസ്റ്റ് നമ്പർ, പിന്നെ 6th നമ്പർ എഴുതി, സെക്കൻഡ് നമ്പർ, 5th നമ്പർ എഴുതി, തേർഡ് നമ്പർ, 4th നമ്പർ. ക്ലിയർ ആണോ? അങ്ങനെ എഴുതിക്കുന്നത്. അപ്പൊ അതേ പാറ്റേൺ തന്നെ നമുക്ക് അവിടെയും ഫോളോ ചെയ്യാം. പ്രോബ്ലം അല്ലെ? 1 2 3 4 5 6 7. 7th നമ്പർ ആദ്യം എഴുതുക. M P E R L O B. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു പാറ്റേൺ, അതായത് നമ്മൾ നോക്കുമ്പം അതിനകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുമായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ABCD എഴുതുക. അതായത് ചിലപ്പം ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് 2 എണ്ണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ 3 എണ്ണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും. അത് നമുക്ക് ആ ABCD ഫുൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ വേഗം നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഇവിടുത്തെ ആൻസർ ഇത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ലെറ്റർ സീരീസിനകത്ത് വരുന്നതാണ്. ഫൈൻഡ് ദ നെക്സ്റ്റ് നെയിം ഇൻ ദ ഫോളോയിങ് ലെറ്റർ സീരീസ് AM GJ MG SD. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ലെറ്റേഴ്സ് ഇത്ര എഴുതിയിട്ടാ. നോക്കിയേ, A കഴിഞ്ഞിട്ട് അടുത്തത് G. അത് നോക്കിയേ, A 1 2 3 4 5 6 അല്ലെ? +6 ആണിത്. ഇനി G കഴിഞ്ഞ് നോക്കിയേ, 1 2 3 4 5 6 +6. M കഴിഞ്ഞും +6. അപ്പം ഇനി S കഴിഞ്ഞ് എന്താ? S കഴിഞ്ഞ് +6 ആയിരിക്കും അല്ലെ? 1 2 3 4 5 6 Y. അടുത്തത് നോക്കിയേ, M J. M
എം കഴിഞ്ഞിട്ട് ജെ പുറകിലോട്ട്. ക്ലിയർ ആണോ? 1 2 3 -3. ഇനി ജെന്ന് ജി -3, ജിന്ന് ഡി -3, ഇനി ഡിന്ന് 1 2 3 എ -3 എ. YA ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇത് നമുക്ക് വേഗം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇന്ന് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.